മുഖം രക്ഷിച്ചോ BJP എന്നുള്ളതാണ് ചോദ്യം. മുഖം രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, മുഖം കൂടുതൽ വികൃതമാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട്? ഒന്ന്, ജാമ്യാപേക്ഷയെ എതിർത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ കോടതി വിധിയുടെ ആദ്യ ഭാഗത്ത് ഫോർമലായ ഒബ്ജക്ഷൻ പ്രോസിക്യൂട്ടർ ഉയർത്തി എന്ന് ഈ ജാമ്യവിധിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. സംശയമില്ലല്ലോ ആർക്കും? കോടതി വിധിയിൽ വളരെ കൃത്യമായി പറയുന്നത് ഫോർമൽ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ കോടതി വിധിയിൽ പറയുന്നത്. ആ ഭാഗം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. സുജയുടെ അറിവിലേക്ക് വേണ്ടി, പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് ഈ കേസിൽ സംഭവിച്ചത് എന്നുള്ളത്? Learned Special Public Prosecutor for NIA have raised formal objection എന്ന് വളരെ വ്യക്തമായി 4ാമത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ ഒരു പേജുണ്ട്, അത് ബജരംഗ് ദളിൻ്റെ അഭിഭാഷകർ കൊടുത്തിരിക്കുന്നതാണ്. ഈ രണ്ട് വക്കീലന്മാരും അവിടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. ഹേമന്ത് കുമാർ മിശ്ര പറയുന്നത് എന്താ? അല്ലീജിങ് അല്യൂർമെന്റ് ഓഫ് ഗേൾസ് ഫോർ റിലീജിയസ് കൺവേർഷൻ ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്തിനു വേണ്ടിയും മതപരിവർത്തനത്തിനു വേണ്ടിയും പ്രലോഭിപ്പിച്ചു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ചെയ്ത മറ്റൊരു അഭിഭാഷകനാണ്. അതായത് ലേൺഡ് പബ്ലിക് പ്രോസിക്യൂട്ടറും ബജരംഗ് ദളിൻ്റെ അഭിഭാഷകരും രണ്ടുപേരും കോടതിയിൽ ഈ ജാമ്യാപേക്ഷയെ എതിർത്ത് സംസാരിച്ചു. പേജ് നമ്പർ 4 വിധി ന്യായത്തിലുണ്ട്. ഇത് ശരിയാണ്. തർക്കങ്ങളെങ്കിൽ ഇപ്പം തർക്കിക്കാം. ശരി. പോയിന്റ് നമ്പർ 2, അല്ല, ഫോർമൽ ഒബ്ജക്ഷൻ എന്ന ഒറ്റ വരി മാത്രമാണ് സമ്മതിച്ചല്ലോ. ശരി, അടുത്ത ചോദ്യം ഇതാണ്. ആ ഫോർമൽ ഒബ്ജക്ഷൻ ഉണ്ട്, കസ്റ്റഡി വേണ്ട. എന്താ അതിന്റെ ലോജിക്ക്? കസ്റ്റഡിയിൽ വേണ്ടാതെ നിങ്ങൾ ഫോർമലി ഒബ്ജക്റ്റ് ചെയ്യുന്നത് എന്തിനാ? കേസ് ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. അതുകൊണ്ടാണോ ഒരാളെ ജയിലിടുക? നോക്കൂ, കസ്റ്റഡിയിൽ നിങ്ങൾക്ക് വേണ്ടാതെ നിങ്ങൾക്ക് ഈ 2 കന്യാസ്ത്രീകളെയും ജയിലിൽ ഇടണം എന്ന് ഛത്തീസ്ഗഡ് സർക്കാർ തീരുമാനിച്ചു. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിലിടുകയാണോ വേണ്ടത്, ബെയിൽ കൊടുക്കുകയാണോ വേണ്ടത്? സംശയ നിവാരണം വരുത്തണം. ജയിലാണോ ബെയിലാണോ വേണ്ടത്? അത് കോടതിയിൽ വാദം നടന്നപ്പോൾ ബെയിൽ കൊടുക്കുകയാണ് എന്നുള്ളത് തീരുമാനത്തിലേക്ക്. ആര് തീരുമാനത്തിലെത്തി? എന്റെ അഭിപ്രായം, എനിക്ക് മനസ്സിലായത് ജഡ്ജ് തീരുമാനത്തിൽ. സർക്കാരിന്റെ പ്രോസിക്യൂട്ടർ എന്താ പറഞ്ഞത്? ബെയിൽ കൊടുക്കണമെന്നാണോ ബെയിൽ കൊടുക്കേണ്ടതാണോ? ബെയിൽ കൊടുക്കരുത് എന്ന് വാദിച്ചതായി താങ്കൾ ചൂണ്ടിക്കാണിക്കൂ. പേജ് നമ്പർ 4. Special Public Prosecutor for NIA have raised formal objection. അതേസമയം കസ്റ്റഡി അപേക്ഷ നൽകുന്നുമില്ല. ഇതാണ് ഇതിൽ വിചിത്രമായ കാര്യം. മജിസ്ട്രേറ്റ് കോടതി, മനസ്സിലാകാത്തത് എന്താണ്? വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് സമർത്ഥിക്കും. ഇല്ലെങ്കിൽ വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് ആൾക്കാർ കേൾക്കാതിരിക്കാനാണെങ്കിൽ അത് ചെയ്തോളൂ. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഫോർമലായി ഒബ്ജക്റ്റ് ചെയ്തു. പോയിന്റ് നമ്പർ 1, അത് വളരെ കൃത്യമായി ഇന്നത്തെ വിധിന്യായത്തിലുണ്ട്. 2, അതേ പ്രോസിക്യൂട്ടർ കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇതാണ് അതിലെ വിചിത്രമായ കാര്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ജയിലിൽ കിടക്കട്ടെ, ഞങ്ങൾക്ക് കസ്റ്റഡി ഒന്നും വേണ്ട, ജയിലിൽ കിടക്കട്ടെ. മജിസ്ട്രേറ്റ് കോടതിയിൽ, സെഷൻസ് കോടതിയിൽ, അവിടെ NIA കോടതിയിലേക്ക് കേസ് മാറ്റിയതിൽ അവിടെയാണ് ഛത്തീസ്ഗഡ് BJPയുടെ മുഖം വികൃതമാവുന്നത്. ഛത്തീസ്ഗഡ് BJPയും കേരള BJPയും ഒരേ BJP ആണെന്നാണ് ഞാനിതുവരെ ധരിച്ചു വെച്ചിരിക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ സുജയ്ക്ക് പറയാം. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് BJPയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി ഇതേ അനൂപ് ആന്റണിയും ഇതേ രാജീവ് ചന്ദ്രശേഖരും ഇതേ ഷോൺ ജോർജും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഛത്തീസ്ഗഡ് BJPയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്നത് മാനവ തസ്കരോം കെ ചരണോം മേ കോൺഗ്രസ് പാർട്ടി. ഈ കന്യാസ്ത്രീകളെ വിശേഷിപ്പിക്കുകയാണെന്നേ. ഇന്ന് ചേർത്തു പിടിച്ച, ഇന്ന് ആർക്കു വേണ്ടി കണ്ണീർ പൊഴിച്ചോ ആ കന്യാസ്ത്രീകളെ വിശേഷിപ്പിക്കുകയാണ് മാനവ തസ്കരോ, മനുഷ്യക്കടത്തുകാർ എന്ന് വിശേഷിപ്പിക്കുകയാണ് ഛത്തീസ്ഗഡ് BJP. മുഖം വ്യക്തമാവുകയാണോ, മുഖം രക്ഷിക്കുകയാണോ, വികൃതമാവുകയാണോ, അത് പ്രേക്ഷകർ തീരുമാനിച്ചോളൂ. ഇത് പോയിന്റ് നമ്പർ 2. ഇനി പോയിന്റ് നമ്പർ 3, ഇതിനേക്കാൾ വലിയ ആശങ്കയുണ്ടാക്കുന്നൊരു കാര്യം സുജയ പറഞ്ഞതും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതും. ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഘടകം എന്താണ്? രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, സുജയ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നത്, അനൂപ് ആന്റണി അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്യന്തം അപകടകരമായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അമിത്ഷായെ കണ്ടു, ഉറപ്പ് നൽകി. പ്രധാനമന്ത്രിയെ കണ്ടു, ഉറപ്പ് നൽകി. എന്താണ് ഉറപ്പ് നൽകിയത്? ജാമ്യം കിട്ടുമെന്ന് ഉറപ്പ് നൽകി. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിചാരിച്ചാൽ ഒരു സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കേസ് നിഷ്പക്ഷമായി അന്വേഷിച്ച് അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ രാഷ്ട്രീയ ഇടപെടലിലൂടെ ജാമ്യം കിട്ടി എന്നാണോ
രാജീവ് ചന്ദ്രശേഖരും അനു ആന്റണിയും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അമിത്ഷായെ കാണാൻ പോയത് എന്തിനാണ് യു.ഡി.എഫ് എംപിമാർ? എന്റെ ചോദ്യമിതാണ്. ഇത് നിങ്ങൾ പൊളിറ്റിക്കലാണ്. അല്ല, അത് പൊളിറ്റിക്കലാണ്. പൊളിറ്റിക്കൽ ആണെങ്കിൽ അതിന് പൊളിറ്റിക്കൽ റിപ്ലൈ പൊളിറ്റിക്കൽ റിപ്ലൈ രാജീവ് നിങ്ങൾ ഒന്നുകിൽ ഭരണഘടനയെ കുറിച്ച് മനസ്സിലാക്കും. നമ്മുടെ രാജ്യത്തെ ഇൻഡിപെൻഡൻസ് മാത്രമാണല്ലോ ഇവിടെ ഭരണഘടന പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ വ്യക്തി അധിക്ഷേപങ്ങൾ നിർത്തൂ. അല്ല, താങ്കൾ ജുഡീഷ്യറി അഥവാ നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരു സ്വതന്ത്ര അസ്തിത്വമുണ്ട്. ആ സ്വതന്ത്ര അസ്തിത്വത്തെ എക്സിക്യൂട്ടീവിന് ഇടപെടാൻ കഴിയില്ല. ഒരാൾക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയോ അല്ല. കേൾക്കൂ, ഒന്നുകിൽ നിങ്ങൾ ഇത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ, ഒന്നുകിൽ അത് മനസ്സിലാക്കില്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കൂ, അല്ലെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കൂ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ. ഇതാ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഉള്ള ഒരു നാട്ടിൽ കോടതിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെ നിങ്ങൾ രാഷ്ട്രീയമായി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്നെ ഭയപ്പെടുത്തുന്നതല്ല. ജാമ്യം കിട്ടിയതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുണ്ട്, നമ്മൾ താൽക്കാലിക ആശ്വാസം. പക്ഷെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആശങ്കപ്പെടുന്നത്, നിങ്ങൾക്ക് ഇന്നൊരാൾക്ക് രാഷ്ട്രീയ ഇടപെടലിലൂടെ ജാമ്യം കൊടുക്കാൻ കഴിയും, അതേ രാഷ്ട്രീയ ഇടപെടലിലൂടെ നിങ്ങൾക്കൊരാൾക്ക് ജാമ്യം നിഷേധിക്കാനും കഴിയും. ജിമ്മി, അതാണ് ഇന്ന് 2 കന്യാസ്ത്രീകൾക്ക് രാഷ്ട്രീയ ഇടപെടലിലൂടെ ജാമ്യം കൊടുക്കാൻ സാധിച്ചു എന്നാണ് BJP പറയുന്നതെങ്കിൽ, ഇതേ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ നിങ്ങൾക്ക് 2 പേരെ ജയിലിനുള്ളിൽ ഇടാൻ സാധിക്കും. എക്സാമ്പിൾ സ്റ്റാൻ സ്വാമി, എക്സാമ്പിൾ റോണ വിൽസൺ, എക്സാമ്പിൾ മദിനി. നിങ്ങൾക്ക് രാഷ്ട്രീയ ഇടപെടലിലൂടെ ജാമ്യ വ്യവസ്ഥ നിഷേധിക്കാൻ കഴിയും. ഈ രാജ്യത്തിന്റെ ഭരണഘടന എങ്ങോട്ടാ പോകുന്നത്? അല്ല, അതുകൊണ്ടാണ് 3 ദിവസം മുമ്പ് നിങ്ങൾ അപകടകരമായ സ്റ്റേറ്റ്മെന്റ് വന്നു രാജീവ് ചന്ദ്രശേഖരന്റെ. എന്താ സ്റ്റേറ്റ്മെന്റ് എന്നറിയാമോ? നിങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചതുകൊണ്ടാണ് ജാമ്യം കിട്ടാതെ പോയതെന്ന്. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയല്ലേ, കോടതിയെ വെല്ലുവിളിക്കുകയല്ലേ? ഒരു കോടതി ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ ജാമ്യത്തിന് വേണ്ടി തെരുവിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ കണ്ടുകൊണ്ടാണോ? കേസിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അങ്ങനെ കേസിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പെരുമാറേണ്ടത്? അത്യന്തം അപകടകരമായ രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതിനിടയിൽ വന്നു പോയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതെല്ലാം പ്രേക്ഷകർ നിങ്ങളുടെ മുന്നിൽ കണ്ടതാണ്. അവകാശവാദങ്ങളുമായിട്ട് എത്തുന്നത് കാണുമ്പോൾ എനിക്ക് ഒരു സിനിമയിൽ ഐമനം സിദ്ധാർത്ഥൻ എന്നൊരു കഥാപാത്രമുണ്ട്. ആ ഐമനം സിദ്ധാർത്ഥനെ മാത്രമേ എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. നേരത്തെ ജിമ്മി പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം. ആദ്യം അള്ളുവയ്ക്കും, പിന്നീട് അള്ളുവെച്ചിട്ട് പഞ്ചറൊട്ടിച്ച് ഹീറോ ആവാൻ ശ്രമിക്കും, രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുറിപ്പെടുത്തുന്നവനെന്ന് കേട്ടിട്ടുണ്ട്. ആ പേര് ചേരുന്നത് ആർക്കാണെന്ന് പ്രേക്ഷകർ തീരുമാനിച്ചുള്ളൂ. അവിടെ കണ്ടത് അതാണ്. 8 ദിവസം കഴിഞ്ഞ് 9ാമത്തെ ദിവസമാണ് അവർ പുറത്തിറങ്ങുന്നത്. ഈ 9 ദിവസം ഈ കന്യാസ്ത്രീകൾ ആ ജയിലിനുള്ളിൽ അനുഭവിച്ച നരകതുല്യമായ ജീവിതത്തിന് ആരാണ് മറുപടി പറയുക? സുജയ, ആരാണ് മറുപടി പറയുക? എന്നിട്ട് ഇന്ന് വിധിന്യായത്തിൻ്റെ 7ാമത്തെ പേജിൽ കോടതി തന്നെ കണ്ടെത്തുന്നു, കേവലം സംശയത്തിൻ്റെ പേരിൽ. എന്നിട്ട് സ്ട്രിഞ്ചൻ കണ്ടീഷനുണ്ട്. ഒരു കണ്ടീഷൻ എന്താണെന്നറിയാമോ? 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോയി, അതല്ലെങ്കിൽ നിങ്ങളുടെ ജൂറിസ്ഡിക്ഷനുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ ഒപ്പുവെച്ച് വരണം. ആരെ പോലെ? കുറ്റവാളികൾ ഒപ്പുവെച്ചിറങ്ങുന്നത് പോലെ. ഈ വേഷമിട്ടുകൊണ്ട്, കാവൽ മാലാഖയുടെ വേഷമിട്ടുകൊണ്ട് ഈ കന്യാസ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ ഓരോ 14 ദിവസം കൂടുമ്പോഴും പോയി ഒപ്പിട്ടിട്ട് തിരിച്ചു വരണം. ഇതാണ് സ്ട്രിഞ്ചൻ്റായ ഒരു കണ്ടീഷൻ. ഈ NIA പേരിലിരിക്കുന്ന കേസ് എഴുതി തള്ളിയോ? കേസ് എഴുതിത്തള്ളാതെ ഈ കേസ് ഇല്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കാത്തിടത്തോളം കാലം BJPയുടെ മുഖം രക്ഷിക്കാൻ BJPക്ക് കഴിയില്ല. ഛത്തീസ്ഗഡിലെ BJP ഇപ്പോഴും ഈ കന്യാസ്ത്രീകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മാനവ തസ്കരവും എന്നാണ്. ഈ മനുഷ്യരെ കടത്തുന്നവർ എന്നാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരമായ കാര്യം. എന്നിട്ട് അതിൻ്റെ പുറത്ത് നടത്തുന്ന എല്ലാ കെട്ടിപ്പിടിക്കലുകളും ധൃതരാഷ്ട്രാലിംഗനങ്ങളും നിങ്ങളുടെ മുഖം മൂടികൾ പൊഴിഞ്ഞു വീഴാൻ മാത്രമേ സഹായിക്കൂ എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് മുഖം രക്ഷിച്ചോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം, മുഖം രക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, മുഖം കൂടുതൽ വികൃതമാകുന്നു. അതിനേക്കാൾ ഭയപ്പെടുത്തുന്നത് നമ്മുടെ ജനാധിപത്യവും ഭരണഘടനയും ഉറപ്പു നൽകുന്ന നീതിയും പൗരാവകാശവും ഒരിക്കൽ കൂടി രാഷ്ട്രീയ അധികാരത്തിൻ്റെ പുറത്ത് സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഭരണകക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതെന്നെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണ്. Meet the editors.